അല്ലേ എന്താണ് കുടുംബശ്രീയിലല്ലല്ലോ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ മെമ്പർ അല്ലേ? അതിന് വല്ലപ്പോഴേ അവിടെ പോയി എത്തി നോക്കണ്ടേ? ഉത്തരവാദിത്തങ്ങളല്ലേ തലയിരിക്കുന്നത്. ഇപ്പൊ കയ്യിലാണല്ലോ ഉത്തരവാദിത്തം മൊത്തം. എന്താ മോനെ, അതിന് നിനക്ക് തങ്കത്തിനെ അറിയാത്തോണ്ടാ. നമുക്ക് അറിഞ്ഞൂടാ. ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇനി ഏത് മാണിക്യം വന്നാലും തങ്കത്തിന് അവര് മറക്കൂല. എന്താന്നറിയാവോ? എന്താണ്? ഇവരുടെ ഏത് പ്രശ്നത്തിന്റെ മുമ്പിൽ ഞാൻ മുൻപന്തിയിലുണ്ടാവും. ഇപ്പൊ അല്ലെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞങ്ങള് ഭരിക്കണോണ്ടാണോന്ന് അറിയില്ല, ഈ പഞ്ചായത്തില് പക്ഷെ എന്റെ വാർഡില് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പോലീസുകാർക്ക് ആ വഴി വരേണ്ട വല്ല ആവശ്യമുണ്ടോ ഇപ്പൊ? ഞങ്ങൾ അങ്ങോട്ട് വരുത്തിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ക്ലീറ്റോ ചേട്ടൻ എവിടെ? ക്ലീറ്റോ രാവിലെ പോയി. ഇന്ന് 2 കല്യാണം ഉണ്ട്. 2 കല്യാണം നടത്തിപ്പിക്കാൻ സെറ്റപ്പ് ആയവന്. അയ്യോ, കല്യാണം നടത്തണ അല്ലടാർക്കാ. ഇന്ന് DDTയിലെ പഴയ ഏതോ ഒരാളുടെ മോളുടെ കല്യാണം, പിന്നെ കൂടെ പഠിച്ച ഏതോ ഒരാളുടെ മോളുടെ കല്യാണം. നിനക്കറിയായിരിക്കുമല്ലോ. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിനിയുടെ മോളാ? ഏത് പറഞ്ഞിട്ടുണ്ടാ, ഞാൻ മറന്നുപോയി. അപ്പൊ അതിനു വേണ്ടി പോയേക്കുക. നല്ല ചെലവാ. എന്തോ കൊടുത്താലെന്തോ തിരിച്ചു കിട്ടുമല്ലോ മുത്തിന്റെ കല്യാണത്തിന്. കൊടുത്താലേ കിട്ടുള്ളൂ. പോയിട്ടാണ് ചേട്ടാ പൈസ ഒക്കെ കൊടുക്കും. കല്യാണത്തിൽ പോയിട്ട് കണ്ടിട്ടൊന്നും കാര്യമില്ല, പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടും. അതങ്ങനെയാണ് എന്റെ രീതി. അതെ ഞങ്ങോട്ട് വരാം. ശരി പറ. ശരി പോലീസുകാരാ, പോയിട്ട് വാ. ലില്ലിയായി അവൻ പറഞ്ഞ പോലെ ഇനി ക്ലീറ്റോ കൊടുക്കാതിരിക്കുവോ പൈസ? എന്റെ ചേച്ചി ആദ്യമില്ലേ കൂടെ താമസിക്കുന്നവരോട് ഒരു വിശ്വാസവും സ്നേഹവും ഒക്കെ കാണിക്ക് കേട്ടല്ലോ. എന്റെ ലില്ലി, ഞാൻ ഈ മനുഷ്യനോട് രാവിലെ ചോദിച്ചു പൈസ കൊടുക്കണ്ടേ കല്യാണത്തിന് നിന്ന്. അപ്പൊ പറഞ്ഞ നോക്കട്ടെ, നോക്കാം, കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. നീപ്പൊ ഈ പറഞ്ഞോണ്ടല്ലോ, നിനക്ക് നല്ല ധൈര്യമായിട്ട് പറയാം. കാരണം നിന്റെ ഭർത്താവ് നല്ല തങ്കപ്പെട്ടൊരു മനുഷ്യനാ. എന്റെ ഭർത്താവ് അങ്ങനെയല്ല. ചേച്ചിയുടെ ആങ്ങളായതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. ഇനി ഞാനൊരു സത്യം പറയട്ടെ. സ്വഭാവത്തിന്റെ കാര്യത്തിൽ എന്റെ ക്ലീറ്റോ ചേട്ടൻ തന്നെയാണ് ഒരു പടി മുന്നിൽ. അത് തന്നെ. ആങ്ങളയുടെ മഹത്വം എന്ന് പറയേണ്ടത്. ഇപ്പൊ ഒരു ആങ്ങളേനെ മീൻ മേടിക്കാൻ വേണ്ടി രാവിലെ വിട്ടത്, അത്താഴാകുമ്പത്തേനും കിട്ടുമോന്ന് കണ്ടറിയണം. എപ്പോ പോയത്? പതുക്കെ വാ. എന്തേടാ അറിഞ്ഞില്ലേ? മറ്റേ 15-ാം വാർഡിലെ മെമ്പറില്ലേ പൊന്നമ്മ, അവരെ ആരാണ്ട് ഉപദ്രവിക്കുക, ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത് കമ്പോളത്തിൽ 2 പാർട്ടിക്കാരല്ല ഭയങ്കര പ്രശ്നം നടക്കും. എന്ത് പ്രശ്നം? അവർക്ക് ഈ രാവിലെ ടാപ്പിങ്ങിന് റബ്ബർ വെട്ടാൻ പോകുന്ന പരിപാടിയുണ്ട്. റബ്ബർ വെട്ടാനേ അവര് തോട്ടത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുമ്പം ഏതോ ഒരാൾ അവിടെ ചെന്നിട്ട് എന്തോ കക്കൂസ് എങ്ങാണ്ട് കൊടുക്കാത്തതിന്റെ കാര്യത്തെ പറഞ്ഞ് വഴക്കായി. അവരെ തോട്ടത്തിൽ മൊത്തം ഓടിച്ചിട്ട് അവർ ഉടുപ്പൊക്കെ വലിച്ചു കയറി ഉപദ്രവിച്ചു. ഭയങ്കര പ്രശ്നം. എന്റെ ദൈവമേ, ഇന്നലെയും കൂടി കണ്ടതാടി ആ പാവത്തിന്. ചേച്ചി ആർക്കെങ്കിലും കക്കൂസ കുളിമുറിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാ? പിന്നെ ചോദിക്കണവർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ? കൊടുത്തോട്ടാ. ഇത് കണ്ട ഇപ്പോഴത്തെ അവസ്ഥ. അവരുടെ വാടി തന്നെ ഒരുത്തനാ ചെയ്തത്. ആരാന്ന്? ഏതോ ഒരു പുരുഷൻ. ഏത് പുരുഷൻ? അയാൾക്ക് പേരില്ലേ? അയാളുടെ പേരാ പുരുഷൻ. അയാള് മുങ്ങി. പുരുഷനോ? ഞാൻ ശശിയെ വിളിച്ചോക്കട്ടെ. മീൻ മേടിച്ചില്ലേ? ചുമ്മാ ആയിരിക്കും. ഇനി ഉടനെ ആ പൈസക്ക് അവര് പ്രശ്നം തുടങ്ങും. അവിടെ മീൻകടകളൊക്കെ അടച്ചു തുടങ്ങി. ഇറത്താലായിരിക്കും. റൊണാൾഡേ, മറ്റേ മീൻ മേടിച്ചില്ലല്ലോ പൈസ. എന്തൊരു ഓർമ്മ കൊടു. ശശിയണ്ണ എന്താണ്ടായേ? എന്നോട് ഇപ്പൊ റൊണാൾഡോ ഓടി വന്നിട്ട് പറഞ്ഞു. ശരി 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 ശരി, ഞാൻ വരാം. അവരൊക്കെ ഭയങ്കര തിരക്കിലേക്ക്. ഞാൻ ഒന്ന് പോയിട്ട് പോണേ. എല്ലാ പറഞ്ഞേ ഉള്ളു. എന്നാ ഇത് നീ അങ്ങ് തോരൻ വെച്ചോന്നാ. ഇതേ മെഴുക്കുരട്ടി ഉണ്ടാക്ക്. അവന് ചോറ് കൊടുക്കണ്ട കേട്ടോ. അവനെ മീൻ മേടിക്കാൻ പോയിട്ട് അതവിടെ സമരം കട അടച്ചു. കട അടച്ചെങ്കിലേ നേരത്തും കാലത്തും കൂടെ വന്ന പറമ്പ് തണ്ടി അടക്കല്ല വേണ്ട. ഇതൊന്ന് അരിഞ്ഞു തരൂ. ഞാനൊരാണല്ലേ. ഇന്ന് ഹർത്താലല്ലേ, പോണ്ടല്ലോ. ഇന്ന് ഇവിടെ ഇരുന്ന് അരിഞ്ഞതാ. ഒന്ന് അരിയ അവിടെ ഇരുന്ന്. എന്നിട്ട് അകത്തോട്ട് കൊണ്ടുവന്നാ മതിയേ. തോരനാണേ. പിച്ചാത്തി വേണോ? താഴേക്ക് മീൻ മേടിച്ചോണ്ട് വരാനേ കാര്യമായി. എല്ലാവരും അത് വെട്ടിപ്പറിച്ച് കൊടുക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ആണുങ്ങളുടെ സങ്കടം ഒന്നും ആരും കാണുന്നില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാനും തമ്പടിക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുണ്ട്.
പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നാം ഇന്നിവിടെ ഈ പ്രതിഷേധ സമരവുമായി ഒത്തുചേർന്നിട്ടുള്ളതിന്റെ കാരണങ്ങൾ, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഈ നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. നമ്മുടെ 15ാം വാർഡ് മെമ്പർ ശ്രീമതി പൊന്നമ്മ രാജപ്പനെ അതിമൃഗീയമായി ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ കുറ്റവാളികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധ സമരം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ, ഈ നാടിന്റെ ഹൃദയസ്പന്ദനം ശ്രീമതി തങ്കം, ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. ശ്രീമതി തങ്കത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ടോ, തങ്കം ക്ലീറ്റസ് എന്ന പേര് നൈസായിട്ട് ക്ലീറ്റസിനെ അങ്ങ് വെട്ടിമാറ്റിയതണ്ട. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ, എന്റെ പ്രിയ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത ഞാൻ കേൾക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പൊന്നമ്മ രാജപ്പനെതിരെ ഉണ്ടായ ഈ ഭീകരമായ ആക്രമണം സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിലെ മെമ്പറായ ഒരു സ്ത്രീയുടെ ഗതി ഇതാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കാനേ വയ്യ. അതിക്രമം കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞിട്ടും പുരുഷ എന്ന് പറയുന്ന പ്രതിയെ പിടിക്കാൻ ഇവിടുത്തെ പോലീസുകാർക്ക് കഴിഞ്ഞോ? പുരുഷൻ പുരുഷൻ ക്ഷമിക്കണം, പുരുഷനല്ല, പുരുഷൻ. പുരുഷനെ പിടിക്കാൻ ഇവിടുത്തെ പോലീസുകാർക്ക് കഴിഞ്ഞോ? ഇവിടുത്തെ പോലീസുകാർക്ക് എന്ത് സാധിക്കും? ഈ ജീപ്പിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഹെൽമെറ്റ് വെക്കാത്തവരൊക്കെ പെറ്റി അടിക്കാനും അല്ലാതെ ഇവിടുത്തെ പോലീസുകാർക്ക് എന്ത് സാധിക്കും? അങ്ങനെ കിട്ടുന്ന താങ്ങി ഇവിടുത്തെ പോലീസുകാരെ എന്തിനു കൊള്ളാം? അതുകൊണ്ട് ഞങ്ങളുടെ മെമ്പറായ പൊന്നമ്മ രാജപ്പന് നീതി കിട്ടണം. പൊന്നമ്മ രാജപ്പന് നീതി കിട്ടുന്നത് വരെ ഞാനും എന്റെ പാർട്ടിയും എന്റെ പാർട്ടി പ്രവർത്തകരും ഈ നാടിനൊപ്പം പൊന്നമ്മ രാജപ്പനൊപ്പം ഉണ്ടാവുമെന്ന് ഈ നിമിഷം അതിശക്തമായിട്ട് ഊന്നി പറയുവാണ്. അപ്പോ എല്ലാവർക്കും, നല്ലവരായ നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് RDP. അടുത്തതായി ഈ പ്രതിഷേധ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നേതാവും RDPയുടെ മണ്ഡലം സെക്രട്ടറിയുമായ ശ്രീ പൂരാടം ശശിയണ്ണനെ ഏറെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. തങ്കം മെമ്പർ എല്ലാം പറഞ്ഞില്ല, എന്തോന്ന് ഇയാള് പറയാൻ? അതും കേക്കാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട തങ്കം മെമ്പർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വലിയ പ്രശ്നമാണ് നടന്നിരിക്കുന്നത്. പുരുഷൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനെ എത്രയും പെട്ടെന്ന് 24 മണിക്കൂറിനകത്ത് നമ്മുടെ പോലീസ് അധികാരികൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ മെമ്പർ തങ്കം ഇതേ വേദിയിൽ തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്നൊരു വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രതിഷേധ സമരം ഈ വേദിയിൽ അവസാനിക്കുകയാണ്. നാളെ നിരാഹാര സമരവുമായി RDP രംഗത്തുണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ യോഗ നടപടികൾ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജയ് RDP.
മീറ്റിംഗ് കഴിഞ്ഞെങ്കിലേ ഒന്ന് പിരിഞ്ഞു പോണേ, കാരണം കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. സാറേ, ഞങ്ങളെ ഓടിച്ചുവിടാൻ സാറ് കാണിക്കുന്ന ഈ ശുഷ്കാന്തി ആ ഓടിപ്പോയവനെ ഒന്ന് പിടിക്കാൻ കാണിക്കും സാറേ. ഓടിപ്പോയവനെ പിടിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. നിങ്ങളൊന്ന് പിരിഞ്ഞു പോകണം. അപ്പോൾ നിരാഹാരം തുടങ്ങല്ലേ മെമ്പർ? അല്ല 24 മണിക്കൂർ ഉണ്ട്. അല്ല 24 മണിക്കൂറേ അതിനുള്ളിൽ പിടിക്കുമല്ലോ. അതൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ 2, 3, 4, 5 ദിവസം എടുക്കുന്നിരിക്കും. നിരാഹാരം നടക്കട്ടെ. വാ, ഒന്ന് വേഗം പിരിഞ്ഞു പോണേ. ശശി അണ്ണ എന്നോടൊരു അനുവാദം ചോദിക്കാതെ നാളെ മുതൽ അങ്ങ് നിരാഹാരം കിടന്നേക്കാന്ന് പറയുന്നത് ആ ഉറപ്പ് കൊടുക്കുന്നത് എന്ത് ധൈര്യത്തിന്റെ പുറത്താ? തങ്കം നാട്ടുകാരുടെ കണ്ണിലുണ്ണിയല്ലേ? ശശിയണ്ണ, ഞാൻ കണ്ണിലുണ്ണിയല്ല, കണ്ണിലെ കുരുവാകും ഞാൻ. അത് തന്നെയല്ല മെമ്പറെ, ഒരു സ്ത്രീക്ക് വേണ്ടി മറ്റൊരു സ്ത്രീ നിരാഹാരം കിടക്കുന്നതാണ് അതിന്റെ ഒരു ഇത്. എന്ത്? ഒരു സ്ത്രീക്ക് വേണ്ടിട്ട് പുരുഷൻ കിടന്നാലും നിരാഹാരമാകും. ഒരു മെമ്പറിന് വേണ്ടിട്ട് വേറൊരു മെമ്പർ നിരാഹാര സമരം കിടന്നാലേ അതെല്ലാം വാർത്തയാവും, TV-യിലൊക്കെ വരത്തില്ലേ? നമ്മുടെ പാർട്ടിയുടെ തന്നെ പ്രതിച്ഛായ മാറും. എനിക്ക് ചായം വേണ്ട, ഒരു പ്രതിച്ഛായം വേണ്ട. ശശിയണ്ണ, ഞാൻ ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇനി പറയാൻ പോണത്. എനിക്ക് വയറ് കൊളുത്തിപ്പിടുത്താണ്. വയറ് കൊളുത്തിപ്പിടുത്തത്തിന് ഞാൻ ഡോക്ടറെ കാണാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് അൾസറാന്ന്. അൾസറിന് പട്ടിണി കിടക്കാൻ പാടില്ല, അൾസറിന് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം. അതിന് നിരാഹാരമാണ് ബെസ്റ്റ്. വയറ് കാലിയാകുമ്പോ സകല കൊളുത്തിപ്പിടുത്തം മാറത്തില്ലയോ? അത് ശരിയാ, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ല തങ്കം, ചതിക്കരുത്. നാളെ വരണേ, ഞാൻ വണ്ടി രാവിലെ അവിടെ വീട്ടിലെത്തും. കയറി വരണേ, ചതിക്കല്ലേ. വരും. ശശിയുടെ ചായ കുടി. നമ്മളെ നാട്ടുകൂട്ടത്തിന്റെ ഒരു ഗ്രൂപ്പില്ലേ, അതിലാണ് കണ്ടത്. പക്ഷെ എന്നെ ഏട്ടൻ വിളിച്ച് പറയുമായിരുന്നു സുൽ ചേച്ചി. പക്ഷെ ഏട്ടൻ പറഞ്ഞു കേട്ടാ ചേച്ചിയുടെ തീപ്പൊരി പ്രസംഗമായിരുന്നെന്ന്. പക്ഷെ അവസാനം കണ്ട ചേച്ചി ഇങ്ങനെയാന്നേ. ചില സമയത്ത് ചേച്ചിക്ക് ഒരു ഭാഗ്യവുമില്ല. ആ പ്രസംഗവും പ്രസംഗിച്ചിട്ട് ഇവിടെ നല്ല സന്തോഷത്തോടുകൂടി വരാനുള്ള ഇപ്പൊ ദൈവമേ എനിക്ക് വയ്യ. ചേച്ചിയാ ചേച്ചിയാ ചേച്ചി അവിടെ നിർത്തിക്കാം, അവിടെ നിർത്തിക്കാം. അറിഞ്ഞോ എന്ത് ഇവിടെ ഞാൻ കരയാതെ പൈസ കൊടുത്തിട്ട് വാ. എന്തുവാണ് ചേച്ചി? ചേട്ടൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളു തീപ്പൊരി പ്രസംഗം വരുന്നെന്ന് പറഞ്ഞല്ലോ. ഓ എന്റെ ദൈവമേ, പാർട്ടിക്കാരെല്ലാരും കൂടി എന്നെ ഇങ്ങനെ ചതിക്കൂന്ന് ഞാൻ വിചാരിച്ചില്ലടി. ചേച്ചിയുടെ നാക്കിങ്ങോട്ടൊന്ന് നീട്ടിക്കേ. ചേച്ചിക്ക് കരുനാക്കുണ്ട് കേട്ടാ. ഇല്ല, ഉണ്ട്. എന്റെ സുൽ ചേച്ചി രാവിലെ എന്താന്നറിയോ പറഞ്ഞത്? എന്റെ പഞ്ചായത്തിൽ ഒരു പ്രശ്നവും ഇല്ല, എല്ലാം സമാധാനപരമാണ്. ഇപ്പൊ കണ്ട ഞാൻ രാവിലെ പറഞ്ഞത് വെച്ച് നീ കുത്തുവാണല്ലേ? ഇനിയിപ്പൊ അത് പറ. എന്റെ ചേച്ചി അവരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിക്ക് പറയാറുന്നില്ലേ എനിക്ക് നിരാഹാരമൊന്നും കിടക്കാൻ പറ്റത്തില്ലെന്ന്? എനിക്ക് എന്താ നിന്നെ പോലെ ബോധമില്ലാന്ന് ഞാൻ പറഞ്ഞേക്കണേ. ഞാൻ പറഞ്ഞത് എന്നിട്ട് അപ്പൊ അവര് പറഞ്ഞു ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ത്രീ നിരാഹാരം കിടന്ന് പാർട്ടിയുടെ പ്രതിച്ഛായ ഉയരൂന്ന്. അതൊരു കാര്യം കറക്റ്റാ. പിന്നെ തങ്കത്തിന് സുഖമില്ലെന്നും എല്ലാം പറഞ്ഞാ പോരേ? അത് കൊള്ളാം. പറയണായിരുന്നെങ്കിൽ അപ്പ പറയണായിരുന്നു. ഇത് TV-യിൽ മൊത്തം വാർത്തയും വന്ന് അവിടെ ഇരുന്ന ജനങ്ങളൊക്കെ കൈയടിക്കുകയും ചെയ്ത് ഇനിയിപ്പൊ ചേച്ചിക്ക് അസുഖാന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരാളും വിശ്വസിക്കത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വിശക്കും, എനിക്ക് അവിടെ പോയി കിടക്കാൻ പറ്റൂല. ഒരു ദിവസം എങ്ങാനും ചിലപ്പോ കിടന്നാ മതിയായിരിക്കും. എന്തുവാ ചേച്ചി ഒരു ദിവസവും? ഇതിനൊരു തീരുമാനം ആവണ്ടേ? അയാളെ പിടിക്കണ്ടേ? അയാളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണ്ടേ? ഇതിപ്പോ ആ സെക്രട്ടേറിയറ്റ് തന്നെ എത്ര ദിവസങ്ങളാണ് ഓരോരുത്തരും കിടക്കുന്നത്. നീ ഇപ്പൊ സങ്കടം കൊണ്ട് പറയണ സന്തോഷം കൊണ്ട് പറയണ? നിന്റെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ ചേച്ചി. ഞാൻ ഉള്ള കാര്യമോ പറയുന്നത്? ഉള്ള കാര്യം. ഒരു ദിവസം ഞാൻ എങ്ങനെ അവിടെ പോയി കിടക്കും സുൽ ചേച്ചി? ഈ സാരി ഉടുത്ത് അവിടെ മല നടിച്ച് പോയി കിടക്കാനാണോ? മാലയൊക്കെ കഴുത്തേലിട്ട്. മാല കഴുത്തിടണമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ തങ്കത്തിന് വേറെ വനിതാ പ്രവർത്തകരെ വല്ലതും ഉണ്ടാന്ന് നോക്ക്. ഇരിക്കുന്നുണ്ടാ. ഞാനും ഉണ്ട്, ആ പൊന്നമ്മ രാജപ്പനും ഉണ്ട്. ആ പണ്ടാരത്തിന് വേണ്ടിട്ടല്ലേ ഇപ്പൊ ഇതെല്ലാം നടക്കണത്. ചേച്ചി ലക്കിന് ജയിച്ചതല്ലേ സുൽ ചേച്ചി? ലില്ലി, ചിലപ്പോ 1-2 ദിവസത്തിനുള്ള ഒരു തീരുമാനം ആവും ചേച്ചി.
അതിനു മുമ്പ് ഞാൻ തീരുമാനമാക്കും. ഞാനേ ഇതങ്ങ് രാജിവെച്ചാ കുഴപ്പമില്ലല്ലോ അല്ലേ? കാണിച്ചു തരാൻ. അതൊക്കെ നടക്കണ കാര്യമാണ്. ആ നടക്കും നടക്കും നടക്കും. കിടക്കേണ്ടി വരും. പാവം, ഒരു നേരം പട്ടിണി കിടക്കാത്ത ആളാ. അല്ലെ, ഞാൻ മനസ്സിലാക്കിയത് തങ്കത്തിന്റെ പ്രസംഗമാണ് ഈ നിരാഹാരത്തിൽ കൊണ്ടെത്തിച്ചത്. അതൊന്നും അല്ല സാറേ, ഇത് എനിക്കിട്ട് കൊട്ടാൻ വേണ്ടി തങ്കത്തിനെ കരുവാക്കി RDPക്കാര്. അത് തന്നെയാണ്. എനിക്കും അത് തോന്നാതിരുന്നില്ല. അല്ലെങ്കിൽ ഈ കാര്യത്തിനൊക്കെ നിരാഹാരം കിടക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇവിടെ 2-3 കൊലപാതകങ്ങളും ചെയ്തിട്ട് വർഷങ്ങളായിട്ട് ആ പ്രതിയെ പിടിക്കാതെ അതിനാരും നിരാഹാരം ഇവിടെ കിടക്കണല്ലോ. ഇല്ലല്ലോ. അപ്പൊ ഇത് അത് തന്നെയാണ്. അതുപോലെ നേതാവേ, തങ്കം ചേച്ചിയുടെ തങ്കം ക്ലീറ്റേഴ്സ് എന്ന പേരിൽ നിന്നും ക്ലീറ്റേഴ്സ് എന്ന പേര് വെട്ടി അവരിന്നത്തെ പ്രസംഗത്തിൽ മൊത്തം സംസാരിച്ചത് തങ്കം തങ്കം എന്ന് മാത്രമാണ് പറഞ്ഞേ. ഇത് സാരമില്ലടാ, അത് നേരിട്ടുള്ള വെട്ടല്ലല്ലോ. അത് അവന്മാര് പറഞ്ഞോട്ടെ, അതിൽ കാര്യമില്ല. എന്ന് കരുതി ഇവര് ഭാര്യയും ഭർത്താവും അല്ലാതിരിക്കുമോ? എന്തൊക്കെ കാണണം. ഈ നിരാകരണം കിടക്കുന്നതിനെതിരെ നമുക്കൊരു നിരാകരണം കിടന്നാലോ? നിനക്ക് അത്ര കൊതിയാണെങ്കിൽ നാളെ തങ്കം നിരാഹാരം കിടക്കണതിന് പകരം നീ പോയി കട, പ്രശ്നം തീരട്ടെ. അത് വേറെ പാട്ടിരുന്നേ. നീ ഒരു കാര്യം ചെയ്യ്, നീ തൽക്കാലം ഞങ്ങളുടെ DDT രാജിവെച്ചിട്ട് RDPയിൽ ചേർന്നു. അതാ ഞങ്ങൾക്ക് നല്ലത്. ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങൾ ആരും അംഗീകരിക്കില്ലല്ലോ. അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും പറഞ്ഞിട്ടുണ്ടോ? അന്ന് ഇലക്ഷൻ നമ്മൾ തോക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. അന്ന് ആരും അംഗീകരിച്ചോ? അന്ന് റിസൾട്ട് ഒന്നും എന്തായി? തോറ്റില്ലേ? മൊയില് കണ്ടപ്പം ചക്കയത്ത് ഒരു വലിയ നിരീക്ഷകൻ വന്നിരിക്കും. സാറേ, ഞാൻ ഇനി ഇവിടെ നിന്നാല് നാളെ തങ്കത്തിന്റെ നിരാഹാരത്തിന് മുമ്പ് ഇവനെ ഞാൻ കൊല്ലേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരുപാട് നിൽക്കില്ല. ബാക്കി കാര്യങ്ങൾ വഴി എന്താണ് വേണമെന്ന് വെച്ചാൽ നമുക്ക് കാണാം, നോക്കാം ഏതുവരെ പോകും അവന്മാരുടെ കളി. ഇവന് ഒരു കടിയും കൂടെ വാങ്ങിച്ചു കൊടുക്കും. അതിന്റെ പൈസ ഞാൻ കൊടുത്തു. കടിയാ? അവിടെ പോയി കഴിച്ചു. ചേട്ടാ 2 വട കൊടു. മുട്ട പുഴുങ്ങിയത്, ചപ്പാത്തി, വെജിറ്റബിൾ കറി, ആപ്പിള്, വേണ്ട പഴം, പാലിപ്പ വരും, പഞ്ചസാര ഇട്ട് കൂടി വയറ് നിറച്ചങ്ങോട്ട് കഴിക്കുക. എന്നിട്ട് അവിടെ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഞാൻ എടുത്തോളാം, മാറിപ്പോ. വയറ് നിറച്ച് കഴിച്ചു, എന്നിട്ട് അവിടെ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. അവിടെ പോയി കിടന്ന് എങ്ങനെയാ സുഖമായിട്ട് ഉറങ്ങണത്? അതിന് ഇന്നൊരു ദിവസം എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കാം. നാളെ എന്ത് ചെയ്യും? മറ്റന്നാൾ എന്ത് ചെയ്യും? പോലീസ് പിടിക്കത്തില്ലേ? പുരുഷനെ പോലീസ് പിടിക്കുമല്ലോ. പിടിക്കും. പിടിച്ചില്ലെങ്കിലോ? പിടിച്ചില്ലെങ്കിൽ വേറൊരു പ്രവർത്തനം എടുത്ത് കിടക്കാൻ പറയണം അല്ലേ? അങ്ങനെ ആരും സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ചെറിയാണോ അങ്ങനെ? അതെ, ചുമ്മാ ഇങ്ങനെ വിഷമിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മളൊരു ജനപ്രതിനിധിയാണ്. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം, അതിനെ നേരിടണം മോളെ. കറക്റ്റ്. ഈ ചിരി ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പൊട്ടിച്ചിരിക്കുമെന്ന് എനിക്കറിയാം. എനിക്കിത് സംഭവിച്ചതില് നിങ്ങൾക്കൊരു കാലം ഉണ്ടായി, മറന്നു പറ്റുണ്ടാകും. ഇവിടെ ഇരുന്നിട്ട് അയ്യൊക്കെ എങ്ക ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാനാ ഏത്തപ്പഴവും അതും ഇതൊക്കെ പൊതിഞ്ഞ് പായലും പുതപ്പിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് തന്നത്. അതിനെന്ത്, നിനക്ക് ഏത്തപ്പഴവും ആപ്പിളും മുട്ടയൊക്കെ ഞാൻ പൊതിഞ്ഞു കൊണ്ട് തരാം. എന്നാ പിന്നെ നിങ്ങക്ക് നാണോമാനം ഇല്ല. നിങ്ങക്ക് ആര് പിടിച്ചാലും കുഴപ്പമില്ല. അവിടെയൊക്കെ നിറച്ച് CCTV ഉള്ളതാ. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അച്ഛൻ ഞാനൊരു ഐഡിയ വരട്ടെ. ഇന്ന് രാത്രി കൊണ്ട് അങ്ങ് രാജിവെച്ചാലോ? അവിടെ നിരാരം കിടക്കണ്ടല്ലോ. ഞാനും അത് ആലോചിച്ചു. രാജിവെച്ചേക്കാം. രാജിവെക്കാൻ അതൊക്കെ പീരുത്വമാണ്. പിന്നെ ഈ നാട്ടില് തലവേർത്തി നടക്കാൻ പറ്റുമോ? എനിക്ക് ഈ നാട്ടിൽ ജീവിക്കണമെന്നില്ല. ഞാനും പിള്ളേരും കൂടി പപ്പടം എടുത്തോട്ട് പാലായിൽ പൊക്കോളാം. പറഞ്ഞപ്പോ എളുപ്പം തീർന്നു. ഞാനൊക്കെ ഒരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്ത്. നല്ല പേരമിണ്ട എനിക്ക്. ഞാൻ രാജിവെക്കാടാ. നീ നേരിടണം എന്നൊക്കെ ഇതിനെ ഒന്നുമില്ല. നേരിടണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോ കനക എന്താടാ പിടിച്ചാ? ഇല്ല, ഇതുവരെയും പിടിച്ചിട്ടില്ല. പക്ഷെ അന്വേഷണം 4 വഴിക്ക് നടക്കുന്നുണ്ട്. ദൈവമേ. അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം CS വിനോദ് സാറിനാണ്. പിന്നെ ഒരു ക്ലൂ എന്ന് വെച്ചാൽ ഒരു CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട്. അവൻ തമ്പാൻ്റെ ഒരു ബസ്സിൽ കയറി പോകുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് പിടിക്കായിരിക്കുമല്ലേ? അങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ പുള്ളി നാഗർകോവിലേക്ക് ബസ്സിൽ കയറിയെങ്കിലും ചിലപ്പോൾ ബോർഡർ കഴിഞ്ഞ് പോകും, ചിലപ്പോൾ അതിനിപ്പുറത്തേക്ക് ഇറങ്ങും. ബോർഡർ കഴിഞ്ഞ് പോയാൽ പിടിക്കാൻ താമസം കിട്ടും. എല്ലാം അറിയാം, പക്ഷെ പിടിക്കൂല. ഒന്ന് ആലോചിച്ച് നോക്കിയ പെങ്ങള് പോവാ, നാളെ പോയി നിരാഹാരം എത്ര നാളത്തേക്കെന്ന് ആർക്കറിയാം, കിടക്കാൻ പോവാ. അപ്പൊ അവൻ അതേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേച്ചി 2-3 ദിവസമുള്ള ഫുഡ് ഒന്നിച്ചങ്ങ് കഴിക്കി, എന്നിട്ട് കിടന്നുറങ്ങ്. അപ്പത്തേക്ക് എല്ലാം ഒന്ന് കറങ്ങി തെളിയാളെ പിടിക്കുമായിരിക്കും. ഞാൻ ഒരു കൊല്ലത്തേക്കുള്ളത് നിന്നിട്ട് പോവാ. അല്ലെങ്കിൽ തന്നെ അങ്ങനെ മാറി വെച്ചാൽ അവിടെ പോയി കിടക്കാൻ പറ്റുവാടാ? അല്ല, നീ ഇതൊക്കെ ശരി, പക്ഷെ നീ അവിടെ എന്തൊക്കെയായിരുന്നു? നീ എന്തൊക്കെയാ പറഞ്ഞെന്നല്ല എനിക്ക് ഓർമ്മയുണ്ടോ? പ്രസംഗം തീപ്പൊരി ആയിരുന്നു ഞാൻ പറഞ്ഞു. തീപ്പൊരിയാ? അടിപൊളിയായിരുന്നു. ആരെ പറ്റിയാണ് പറയുന്നത് പോലും ചിന്തിക്കാൻ അങ്ങ് പറഞ്ഞോണ്ടിരിക്കുക. അതിന്റെ ബലമല്ലേ ഇപ്പൊ കാണുന്നത്.
ഇനിയിപ്പോ ഒരൊറ്റ പരിഹാരം. എന്താ? നിരാഹാരം. എന്തായാലും നീ തടി കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് പറഞ്ഞല്ലോ. കേടി ഒരു 1-2 ദിവസം. ഇല്ലെങ്കിൽ പ്രതിയെ പിടിക്കണം. ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. പാലും കുടിക്കും. ആ ഇപ്പൊ ഇത് കഴിക്കുക ചേച്ചി, അല്ലെങ്കിൽ നാളെ ഇതിനെപ്പറ്റി ഓർത്തിട്ടായിരിക്കും ദുഃഖിക്കുന്നത്. അവിടെ ഒന്നും കിട്ടത്തില്ല. ചേച്ചി, 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 റൊണാൾഡോ ചേച്ചാ, വണ്ടി വന്നു. ചേർത്തി ചേച്ചി വല്ലതും കഴിച്ചാ? എവിടുന്ന്? രാവിലെ തൊട്ട് കരച്ചിലോട് കരച്ചില്ല. എത്ര പ്രാവശ്യം നിർബന്ധിച്ചെന്നറിയോ? തങ്ക നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. നീ എന്താ വിഷമിക്കണ? പൊക്കോട്ടെ. പിന്നെ കൊച്ചു ട്യൂഷൻ വിട്ട് കഴിഞ്ഞ് വരുമ്പോഴേ അവന് ഒന്നും കൂടിയൊക്കെ വായിപ്പിക്കണം. ചൂടുവെള്ളത്തിൽ കുളിക്കണം. ഓ പോട്ടേടാ. മുത്ത് വിളിക്കുമ്പോ പറയണ്ട. ഞാനിങ്ങനെ വിഷമം ഒന്നും പറയില്ല. അതെങ്ങനെ അവളോട് പറയൂ? അത് നിങ്ങളൊക്കെ പ്രത്യേകിച്ച് ക്ലീറ്റോ രാവിലെ വൈകുന്നേരം ആ വഴി വരണം കേട്ടോ. തങ്കച്ചേട്ടത്തിയുടെ പറച്ചിലേട്ടാ. ദിനാകാരം ഗൾഫിലെങ്ങാണ്ടാന്നോ? തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലെ ഞങ്ങൾക്ക് എപ്പോ വേണേലും വന്ന് കണ്ടൂടെ? ഇതും കഴിച്ച വയറ് കാലിയാക്കിട്ട് പോണ്ട. എനിക്കിപ്പോ വിശപ്പില്ല. ഒന്നും കഴിച്ചില്ലല്ലേ ചേച്ചി? കഴിക്ക്. ഒന്ന് പിടി, കഴിക്ക്. ഇതെവിടെ കൊണ്ടുപോണ്? എനിക്കിപ്പോ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്റെ പൊന്നി അച്ഛൻ നിരാഹാരത്തിനല്ലേ പോണത്? കാണാതെ കഴിച്ചോളാം. ചേച്ചി ആരെങ്കിലും അവിടേക്ക് എനിക്കൊരു 11 മണിയാകുമ്പോ വിശക്കും. പാല് കുടിക്ക്. ഇല്ല, ഇത് കഴിക്കണം. ഇതും കഴിക്ക്. പാലും കുടി. എനിക്കുള്ള 11 മണിയാകുമ്പോഴാണ് എനിക്ക് വേണ്ടത്. 11 മണിയൊന്നുമില്ല. അവിടെ പന്തലിൽ കയറി പിന്നെ അങ്ങോട്ട് നിരാകാരം ഇല്ലയോ? മതി. പിന്നെ അമ്മേനൊന്ന് കണ്ടിട്ട് പോയാലോ വീഡിയോ കോളില്? അമ്മയെ ഞാൻ വിളിക്കാം. നാളെ വിളിപ്പിക്കാം. എന്ത് പറയുമെന്നാണ് എനിക്ക്. അമ്മയടുത്ത് തൽക്കാലം നിരാഹാരത്തിന് പോയെന്ന് പറയണ്ട. തടി കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റിന് പോയതാന്ന് പറഞ്ഞാൽ മതി. അതാവുമ്പോ 10 ദിവസം നിരാഹാരം കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ് വന്നാലും കൂടുതൽ ചോദ്യം ഉണ്ടാവത്തില്ല. സമരപ്പന്തലിൽ ഇരുന്നിട്ട് വീഡിയോ കോൾ അങ്ങനെ വിളിക്കും. അല്ല, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കും. നീ വിഷമിക്കണ്ട. വലിച്ചു ചെല്ലുതേ വണ്ടിക്കാരൻ കിടന്ന് മുഷിന്ന്. മെമ്പറല്ലേ, ഒരു മെമ്പർക്ക് വേണ്ടി ഇത്തിരി വെയിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പോട്ടെ, ഇതേ വണ്ടിയിട്ടിരുന്ന് തിന്നോളാം. അത് കയ്യിൽ വെച്ചോ, തിന്നു. പക്ഷെ അവിടെ പുറത്തിറങ്ങി തുടക്കി പ്രാർത്ഥിക്കണം കേട്ടോ. നല്ല കാര്യം ഉണ്ടായാ മതി. കേറിക്കോ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണേ. വരുവോ? നീ വിളിച്ചാ മതി. ശരി, അതുവഴി വരാം. തിന്നണേ അത്. സാരി ഒതുക്കി. അളിയാ, പിടിച്ചാ? പോയില്ല. തങ്കം, ഇറങ്ങ്. പ്രതിയെ പിടിച്ച്. ഇല്ലടിയാ, പോയില്ല. പ്രതിയെ പിടിച്ചെന്ന്. ഇത്ര കൂടെ കുടിച്ചോ? എനിക്ക് വേണ്ട, എനിക്ക് മതി. ഇഷ്ടം പോലെ തിന്നാലോ. പഴം എടുത്തോ, ഇത് തിന്നാ.
എടാ കൊടുങ്ങാവളെ പള്ളിയിൽ കുറച്ച് മെഴുതിരി കത്തിച്ചേക്കണേ. 101. അല്ല ആ വണ്ടി പറഞ്ഞു വിട്. ആ, ആ, ആ. പൊക്കോ പൊക്കോ ശശിയണ്ണനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പിടിച്ച് പിടികിട്ടി എന്തൊക്കെ വഴിപാട് നേർന്ന് കാണുവേ. അതാരപ്പാ? ഇതിനി ആര്? അമ്മാനാണോ? ശശിയണ്ണ. തങ്കോ അറിഞ്ഞോ വിവരം അറിഞ്ഞോ? പക്ഷെ എന്റെ ശശിയണ്ണ, ഞാൻ അറിഞ്ഞ ശശിയണ്ണ എന്തോ ഒരു കഷ്ടമായി പോയി. ഞാൻ എന്തോരം കണക്ക് കൂട്ടലിരുന്നേന്നറിയാവോ? മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു 10 ദിവസമെങ്കിൽ 10 ദിവസം അവിടെ പോയി കിടക്കണം, നിരാഹാരം കിടക്കണം. നമ്മുടെ പാർട്ടിയുടെ ഇമേജ് എന്തോരം വളർന്നേനെ. ഈ പോലീസുകാർക്ക് വേറെ ഒരു പണിയിൽ എന്തിനിപ്പോ അയാൾ എത്ര പെട്ടെന്ന് പോയി പിടിച്ചതല്ലേ? സത്യത്തിൽ ഇങ്ങനെയുള്ള ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് ആവശ്യം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പുരുഷൻ എന്ന് പറയുന്നവനെ ഇനി ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും സ്വാധീനിച്ച് അവൻ രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ അതിന് നമ്മൾ വഴി കൊടുക്കരുത്. കോടതി അവനെ ശിക്ഷിക്കുന്നവരെ നമുക്ക് നിരാഹാരം കിടക്കണം. നിരാഹാരം കിടക്കണോ? ആ വേണം, തീർച്ചയായിട്ടും. അല്ലേ ക്ലിറ്റസ്? അതല്ലേ അതിന്റെ ഒരു പിന്നെ വേണം. എന്നാ പിന്നെ പോട്ടെ, വാ കേറ്, വണ്ടിയുണ്ട്. ഇതങ്ങ് കുടിച്ചിട്ട് പോവാ. പോട്ടെ.